ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും അല്ല ഇതിന് വിഷയം. ഈ നാട്ടിലെ സോക്കോൾഡ് ജിഹാദികൾക്ക് ഈ നാട്ടിനെ രണ്ടാക്കി മുറിച്ച് എന്തിനാണ് നമ്മുടെ രാജ്യത്തെ രണ്ടായി വിഭജിച്ചത്? എന്തായിരുന്നു വികാരം? എന്തായിരുന്നു വികാരം? തുടങ്ങാല്ലേ? ഈ രാജ്യത്തിന്റെ ദേശാഭിമാനികളുടെ ചരിത്രം സ്മരിച്ചുകൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യദിനം ആചരിക്കും. ബാക്കിയൊക്കെ അവരുടെ സ്വപ്നങ്ങളാണ്. അത് അവർ സ്വപ്നം കണ്ടോട്ടെ. എന്താടോ നന്നാവാത്ത? സ്വാതന്ത്ര്യാനന്തരം 80 വർഷം പിന്നിടുമ്പോഴും രാജ്യത്തെ വെട്ടിമുറിച്ച് കൊണ്ടുപോയ മുഹമ്മദ് അലി ജിന്നയെ പോലെയുള്ള ആളുകളുടെ ഭൂതം പ്രാപിച്ച ആളുകൾ ഇന്നും ഈ രാജ്യത്തുണ്ട് എന്നുള്ള വളരെ സങ്കടകരമായ ഒരു വസ്തുതയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിന് പരിഹാരമില്ല. കാരണം ഈ രാജ്യത്ത് ഭാരതം എന്ന് പറയുന്ന ഇന്ത്യ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗീതം പോലും പാടാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ ഒരു പൗരനും ഇല്ല എന്ന് പറയാൻ ആരാണ് കോൺഗ്രസ്? അവരാണോ തീരുമാനിക്കുന്നത് ഇത്ര വലിയ പാടാൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണോ? നമ്മളിപ്പോ കടലിലും ചെകുത്താനും നടക്ക ഒന്നും പറയാൻ നിൽക്കണ്ട. ജിൻഡോയോ വി ഡി സതീശനോ എടുത്തൊരു നിലപാടല്ല. അന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആരാണ് തീരുമാനിച്ചത് വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കേണ്ടതില്ല എന്ന്? ശ്രീസ് നന്ദു ആരാണ് തീരുമാനിച്ചത്? 1930 എന്നാണ് ഞാൻ ഓർക്കുന്നത്. 1930 ആ ചരിത്രമാണ് നമ്മൾ പഠിപ്പിക്കാതെ പോകുന്നത്. 1930 ഇതുമായി ബന്ധപ്പെട്ട് ഈ വന്ദേ മാതരത്തിൽ 2 സ്റ്റാൻസ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതി എന്നുള്ളൊരു ചർച്ച വരുമ്പോൾ അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് ഈ വിഷയത്തെ എതിർക്കുന്നത്. ആദ്യമായി നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കും കിട്ടും. ഞാനിത് വേറെ എവിടെന്നെങ്കിലും എഴുതിക്കൊണ്ട് വന്നതല്ല. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പബ്ലിക് ഡൊമൈനിലുള്ള ഡേറ്റയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ചരിത്രത്തിലൊക്കെ നല്ല പിടിപാടാണല്ലോ. അവിടെ ആ 1930 മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ എതിർത്തതിന്റെ പേരിൽ എന്ത് പറഞ്ഞ എതിർത്തത്? ആ 1905 1870 ഈ വന്ദേ മാതര ഗാനം ഉണ്ടാകുമ്പോഴൊന്നും പ്രശ്നമില്ലാതിരുന്ന 1905 ബംഗാൾ വിഭജന കാലത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗാൾ വിഭജന കാലത്തൊന്നും ഇല്ലാതിരുന്ന ഒരു മതവെറിയുടെ ഭ്രാന്ത് ഈ വരികളിൽ ഉണ്ട് എന്ന് 1930 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറയുമ്പോൾ 37 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വഴങ്ങിക്കൊണ്ട് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2 സ്റ്റാൻസ് മാത്രം പാടിയാൽ മതി എന്ന് തീരുമാനിക്കുന്നത്. ഇതാകെ വശപ്പശകായല്ല. 1905 ബംഗാൾ വിഭജന കാലത്ത് ഇല്ലാതിരുന്ന എന്ത് ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് ആണ് 1905 കഴിഞ്ഞിട്ടല്ലേ 35? അന്ന് ഇതുപോലെയുള്ള ദേശീയ നേതാക്കൾ ആദരിക്കുന്ന നേതാക്കൾ എടുത്ത നിലപാട് അല്ലെങ്കിൽ നെഹ്റു ഒറ്റയ്ക്കെടുത്ത നിലപാടാണോ? അല്ലല്ലോ. ഞാൻ നെഹ്റു ഒറ്റയ്ക്കെടുത്ത നിലപാടാണ്. ഞാൻ ആരോട് അങ്ങോട്ട് ചോദിക്കട്ടെ. അപ്പോൾ 1945 എന്തിനാണ് നമ്മുടെ രാജ്യത്തെ രണ്ടായി വിഭജിച്ചത്? എന്തായിരുന്നു വികാരം? അപ്പോൾ അങ്ങനെ ഒരു കോൺഫ്ലിക്ട് 1930 ഉണ്ടായിട്ടുള്ള ചില ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായി രണ്ടായി വിഭജിച്ച സമയത്ത് അവർക്ക് അവരുടെ നിലപാടെടുക്കാമായിരുന്നല്ലോ. അതല്ല ഉദ്ദേശം. അവരെന്ത് പറഞ്ഞിട്ടാണ് ഈ രാജ്യത്തെ രണ്ടായി മുറിച്ചത്? അധികാരത്തിന്റെ പേരിലാണെങ്കിൽ പോലും പിന്നീട് മതം പറഞ്ഞല്ലേ ഇതിന് രണ്ടായി മുറിച്ചത്. അവിടെ ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലമായി ഹിന്ദുസ്ഥാനവും ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനവും വേണമെന്ന് പറഞ്ഞല്ലേ വാദിച്ചിട്ടുണ്ടാക്കിയത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇന്നും ഈ നാട്ടിലും നമ്മൾ വിഭജിക്കപ്പെട്ട ഈ നാട്ടിലും ഒന്നായിരുന്ന നമ്മുടെ ഭാരതത്തെ രണ്ടാക്കി മാറ്റിയിട്ടും ഇന്നും ചില ആളുകൾ എന്തായാലും BJP അല്ല RSS അല്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? 14% വരുന്ന മുസ്ലിങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമൂഹങ്ങളുണ്ട്. അവർക്ക് ഓക്കെ അല്ല. അവർക്ക് വിഗ്രഹാരാധന ഓക്കെ അല്ല. അവർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന അവരെ പരിഗണിക്കണ്ടേ? സർക്കാർ അവരുടെ എന്തുകൊണ്ടാണ് അവരെ കാണാതെ പോകുന്നത്? നാളെ അവരോട് നിങ്ങൾ നിർബന്ധമായി ഇത് പാടണമെന്ന് പറഞ്ഞാൽ എന്ത് അവർ ചെയ്യണം? ഒരു മിനിറ്റ് ആര്യ, ഞാൻ താങ്കളോട് 2 കാര്യങ്ങൾ, താങ്കൾ ഇപ്പോൾ പറഞ്ഞതിലെ വസ്തുതാവിരുദ്ധമായ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ ഗാനം എഴുതുമ്പോൾ RSS എന്ന് പറയുന്ന സംഘടന രൂപീകൃതമല്ല. ഈ ഗാനം ഔദ്യോഗിക ഗാനമാക്കുമ്പോൾ മാത്രമാണ് RSS എന്ന് പറയുന്ന സംഘടന 1925 RSS രൂപീകൃതമാകുന്നത്. 1870 ഈ ഗാനം ഉണ്ടാകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് RSSന്റെ ഗാനമാകുന്നത്? ഒന്ന്, ഇത് കഴിഞ്ഞ് ഇന്ത്യ രണ്ടായി വിഭജിച്ചു. ആരാ വിഭജിച്ചത്? BJP ആണോ RSS ആണോ എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഞങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാരൻ, ഞങ്ങളേക്കാം. പക്ഷേ RSSും BJPക്കും ഒരു പങ്കുമില്ലാത്ത ആ വിഭജന കാലത്ത് ആ വിഭജിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞത് മതം പറഞ്ഞും നിങ്ങളുടെ അധികാരം ഉറപ്പിക്കാനും അല്ലേ വിഭജിച്ചത്? ഞാൻ എന്താ ഉറക്കം വരുന്നു. ആ വന്ദേ മാതര ഗാനത്തെ നിങ്ങൾ ഇന്ന് ഹിന്ദുവിന്റെ ഗാനമാക്കി അല്ലെങ്കിൽ വേറെ സമൂഹത്തിന്റെ ഗാനമാക്കി മാറ്റുന്നത് തന്നെ ഇന്ത്യ മഹാരാജ്യത്തോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. ഇന്ത്യ മഹാരാജ്യത്തോട് മാത്രമല്ല, ഈ രാജ്യത്തിനു വേണ്ടി മരണപ്പെട്ട 100 കണക്കിന് 1000 കണക്കിന് ദേശസ്നേഹികളുടെ നെഞ്ചിലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നത്. പുസ്തകം വായിച്ചിട്ടുണ്ടോ? അതിൽ പ്രഥമ വില്ലനായി ആരെയാണ് വെക്കുന്നത്? അതിൽ ബ്രിട്ടീഷ് സർക്കാരിനെതിരെയാണോ ആദ്യം പറയുന്നത്? ആനന്ദമഠത്തിന്റെ പുസ്തകത്തിൽ ആരാണ്? അല്ല, ഞാൻ കേട്ടില്ല.
ആനന്ദ് മഠ് എന്ന പുസ്തകത്തിലാണല്ലോ ഈ വന്ദേ മാതരം ആദ്യമായി പബ്ലിഷ് ചെയ്തു വരുന്നത്. ആ പുസ്തകത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണോ വില്ലന്മാർ? ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണോ ഇല്ലെന്നല്ല ഞാൻ ചോദിച്ചത്. ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ എഴുതിയ പുസ്തകമാണോ അത്? ബ്രിട്ടീഷ് സർക്കാരിന് എഴുതിയ പുസ്തകമാണ്. ബ്രിട്ടീഷ് സർക്കാരിന് വേണ്ടി ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരായിരുന്നു അദ്ദേഹം. ആയിക്കോട്ടെ, അദ്ദേഹം എഴുതിയത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ഒരു വ്യക്തി ബ്രിട്ടീഷ് ആര്യ ഈ നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനത്തിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ബ്രിട്ടീഷ് രാജ്ഞിയോ ബ്രിട്ടീഷ് എംപയറിസത്തിനോ പ്രകടിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വരിയുണ്ടോ? ആർക്കാണ് ആരോപണമുള്ളത്? അങ്ങനെ ആർക്കാണ് ആരോപണമുള്ളത്? എന്തുകൊണ്ടാണ് അതിന് കൃത്യമായ കാരണം രാജ്യത്തെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ പാടില്ല. രാജ്യത്തിൽ മറ്റ് മതസ്ഥരുണ്ട്. നമ്മുടെ ഭാരതം മതേതര രാജ്യമാണ്. മതേതര രാജ്യം അല്ലാതെ ദുർഗയിലും ശക്തിയിലും മാത്രമല്ല. ഇവിടെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മനുഷ്യരും ജീവിക്കുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യരും ജീവിക്കുന്നുണ്ട് ഈ നാട്ടിൽ. അവർക്കും ജീവിക്കണം. നിങ്ങൾ നാളൊരു ഉത്തരവിറക്കുകയാണ്, അല്ല ഇത് നിർബന്ധമായും പാടണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. ആര്യ വൈകാരികപ്പെടുമ്പോ ഞാൻ ചോദിക്കട്ടെ, ആര്യ 1905 ഈ നാട്ടിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നറേറ്റീവിലേക്ക് പറഞ്ഞോ? നിങ്ങൾ പറയുന്ന മാത്രം ശരിയാണെന്ന് പറയുന്നു. ഈ രാജ്യത്ത് ഞാൻ ചോദിച്ചത് ആര്യക്ക് നിലപാട് 1905-ലും 1931 മുൻപും 1937 മുൻപും ഈ രാജ്യത്ത് ഹിന്ദുവും ക്രിസ്ത്യാനി മുസൽമാനും ഉണ്ടായിരുന്നില്ലേ? അവർ സമാധാനമായി ജീവിക്കുകയാണ്. നിങ്ങൾക്കാണ് പ്രശ്നമുണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇവിടെ സമാധാനപരമായി എല്ലാവരും വന്ദേ മാതരം പാടുന്നുണ്ട്. അല്ല, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം രാജ്യത്ത് വന്ദേ മാതരം പാടുന്നുണ്ട്, ഇതുവരെയും പാടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ പാടാൻ പറ്റില്ല. എല്ലാ ഭാഗവും പാടണമെന്ന്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. രാജ്യത്തെ ഹിന്ദുക്കൾ മാത്രമല്ല, പ്രകീർത്തിക്കുന്നേ തുമി ദുർഗ, അതായത് അമ്മേ, ഈ ഭാരതാംബേ നീ ദുർഗയാകുന്നു എന്ന് പാടുന്നത് തെറ്റാണ്. അല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും നിന്റെ പ്രതിമകളാണ് ഞങ്ങൾ സ്ഥാപിക്കുന്നത്. ഞാൻ വായിച്ചാലോ? അമ്മേ, ഞങ്ങളുടെ കൈകളിലെ ശക്തി നീയാണ്, ഹൃദയത്തിലെ ഭക്തിയും നീയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും നിന്റെ പ്രതിമകളാണ് ഞങ്ങൾ സ്ഥാപിക്കുന്നത്. നീ 10 ആയുധങ്ങൾ ധരിച്ചു ദുർഗയാണ്. ഇസ്ലാം മതവിശ്വാസത്തിൽ എവിടെയാണ് ദുർഗയുള്ളത്? ഇസ്ലാം മതവിശ്വാസത്തിൽ എവിടെയാണ് ദുർഗയുള്ളത്? ഇസ്ലാം മതവിശ്വാസത്തിൽ നന്ദി പറയൂ. നന്ദൂര് സുഹൃത്തുക്കളുണ്ടാകില്ലേ? നന്ദൂരിലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ടാകില്ലേ? പഠിച്ച കാലത്തെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാകില്ലേ? അവരോട് ചോദിക്കാം, വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കൂ. നമ്മൾ എവിടേക്ക് പോകണ്ട, ആയിരങ്ങളിലേക്കോ 80കളിലേക്കോ പോകണ്ട. നന്ദൂർ ഒരു സുഹൃത്തുണ്ടാകില്ലേ? ഒരു മുസ്ലിം സുഹൃത്തെങ്കിലും ഉണ്ടാകില്ല. അവരോട് ചോദിക്കൂ, അവർ ദുർഗയിൽ വിശ്വസിക്കുന്നുണ്ടോ, ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കൂ. ഞാൻ പറയാം, ഈ ചർച്ച കഴിഞ്ഞ് ആര്യയും ഈ പറയുന്ന ജിൻഡോയും അതുപോലെ KS അരുൺകുമാറും എന്റെ കൂടെ വരാൻ ഉണ്ടെങ്കിൽ, ഞാൻ ഒരു നിങ്ങൾ പറഞ്ഞ ഏകദൈവ വിശ്വാസിയൊക്കെ ആണെന്ന് പറയുന്ന എന്റെ ഒരു സുഹൃത്ത് ഇത് മുഴുവൻ ഞാൻ പാടില്ല, അത്രയും നന്നായി, അതിനേക്കാൾ നന്നായി ഇത് പാടി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും. അപ്പൊ ഈ നാട്ടിലെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും അല്ല ഇതിന് വിഷയം. ഈ നാട്ടിലെ സോക്കോൾഡ് ജിഹാദികൾക്ക് ഈ നാട്ടിനെ രണ്ടാക്കി മുറിച്ച് എന്നാ പിന്നെ ഞാനങ്ങട്